കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്സിൻ്റെ ബാക്കിയുള്ള വീഡിയോകളാണ് ഇതൊക്കെ. അപ്പോൾ രാവിലെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചോറെടുത്ത് ഊറ്റി മാറ്റി വെക്കുകയാണ്. അപ്പോൾ അണ്ണന് രാവിലെ ചോറ് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ്റെ ഷർട്ടും ഇതെല്ലാം ഞാൻ അയൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അയൺ ചെയ്യുമ്പം ഞാൻ രാവിലെ ചെയ്യത്തുള്ളൂ കേട്ടോ. എത്ര ആയാലും രാത്രി ഒന്നും ചെയ്ത് വെക്കത്തില്ല. രാവിലെ ആകുമ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ അതും കൂടെ അങ്ങ് നടന്നു പോകുമല്ലോ, അതുകൊണ്ടാണ്. ഇനി പിന്നെ പിള്ളേരുടെ യൂണിഫോം കൂടെ രാവിലെ തേക്കുന്നത് ഭയങ്കര ഒരു ബാധ്യതയായിട്ട് വരുന്നുണ്ട്. ഇനി തലേന്ന് രാത്രി തന്നെ തേച്ച് വെക്കണമെന്നൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ചധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ നല്ല പണിയാണ് കേട്ടോ. ഇപ്പം നമ്മളൊരു സപ്പോസ് ഒരു മുട്ട എടുത്ത് പൊരിക്കുകയാണ്. ചിലവർക്ക് പച്ചമുളകും സവാള അരിഞ്ഞ മുട്ട, ചിലർക്ക് ഉപ്പും കുരുമുളക് കൂടി ഇട്ട മുട്ട, ചിലർക്ക് മുട്ട കിണ്ടിയെടുക്കണം, ചിലർക്ക് മുട്ട പുഴുങ്ങിയതാണ് ഇഷ്ടം. ഇതുപോലെയാണ് മീൻ മേടിച്ചാലുള്ള കാര്യം. ചില ആൾക്കാർക്കാണെങ്കിൽ തേങ്ങ അരച്ച് നല്ല മാങ്ങയൊക്കെ ഇട്ട് വെക്കണം, പിള്ളേർക്കാണെങ്കിൽ മുളകും പുളിയും വെക്കണം, അല്ലാതെ ചിലർക്ക് വറുത്ത് മതി. അതുപോലെ ഇറച്ചി മേടിച്ചാലും ഉണ്ട് രണ്ട് പക്ഷേ, ചിലർക്ക് കറി മതി, ചിലർക്ക് റോസ്റ്റ് മതി, ചിലർക്ക് വറുത്തത് മതി. ഇവരുടെയൊക്കെ എല്ലാ ഇഷ്ടങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മൾ മറന്നു തന്നെ പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അണ്ണൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് പുള്ളിക്കാരന് ചോറും എടുത്ത് വെച്ചിട്ട് കൊണ്ടുവിടാൻ പോകണം ഗൈസ്. അണ്ണനാണ് വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ സ്കൂട്ടർ എടുത്തുണ്ടെങ്കിൽ വരും. അപ്പം എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ് അണ്ണൻ്റെ ബൈക്ക് കേടായിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ പിന്നെ അത്തേക്കും അമ്മയ്ക്ക് ഇൻസുലിനൊക്കെ എടുത്തിട്ട് അവർക്ക് ഫുഡ് കൊടുത്ത് പിന്നെ അടുക്കളയാണെങ്കിൽ അടിപൊളിയായിട്ട് കിടക്കുക. പിന്നെ അതെല്ലാം ക്ലീനിങ് ചെയ്ത് തുണിയൊക്കെ കഴിയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേന് ഒരുപാട് നേരം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ അങ്കൻവാടി വരെ പോയതാണേ. ഇത് വെറുതെ ഞാൻ പോയതാണ് കേട്ടോ. അങ്കൻവാടി വർക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, പുള്ളിക്കാരത്തെ കാണാൻ വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന് ചായ ഇടലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വൈകിട്ടാണ് എന്നെ വിളിക്കാൻ പോയപ്പോൾ എനിക്ക് മെഡിക്കൽ സ്റ്റോറിൽ കയറി അമ്മയ്ക്ക് ഗുളികയൊക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ നമ്മൾ മീൻ കടയിൽ കയറി മീനൊക്കെ നോക്കി മീനിനൊക്കെ ഓട്ടേക്കത്ത വില. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോയി. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.